നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. ദേശീയ പണിമുടക്കിന് തുടക്കം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് ആരംഭിച്ചു. 20 കോടിയിലേറെ തൊഴിലാളികൾ ഇന്നും നാളെയും നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമാകും. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കി പ്രകടനം നടത്തും. വിവിധ കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ഗ്രാമീൺ ബന്ദ് ആചരിക്കുന്നുണ്ട്. 1991 ശേഷമുള്ള രണ്ടാമത്തെ ദ്വിദിന പണിമുടക്കിനാണ് രാജ്യം സാക്ഷിയാകുന്നത്. BMS ഒഴികെയുള്ള പ്രധാന ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നു. രാജ്യത്തെ മുഴുവൻ ജീവനക്കാരുടെയും മിനിമം കൂലി 18,000 രൂപയാക്കുക, റെയിൽവേ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക, പ്രതിരോധ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കരുത്, തൊഴിലെടുക്കുന്നവർക്ക് 3,000 രൂപ, മിനിമം പെൻഷൻ നൽകുക തുടങ്ങി 12 ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് പണിമുടക്ക്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മഹാഭൂരിപക്ഷം തൊഴിലാളികൾക്കും നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. കേന്ദ്ര ട്രേഡ് യൂണിയനുകളെ കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ 300ഓളം ട്രേഡ് യൂണിയനുകളും പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അധ്യാപകരും ജീവനക്കാരും മോട്ടോർ തൊഴിലാളികളും ഫാക്ടറി ജീവനക്കാരുമടക്കം 20 കോടിയിലേറെ തൊഴിലാളികളാണ് രാജ്യത്താകെ പണിമുടക്കുന്നത്. 12 അവകാശ പത്രിക മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം. 2015 അതിന് മുന്നോടിയായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ മോഡി സർക്കാർ ഉണ്ടാക്കി. എന്നാൽ അതിൻ്റെ ഒരൊറ്റ മീറ്റിംഗ് പോലും അതിനുശേഷം നടന്നിട്ടില്ല. അതുമാത്രമല്ല, ഇന്ത്യൻ ലേബർ കോൺഫറൻസുകൾ അടക്കം നടത്താതെ, തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്താതെ ഏകപക്ഷീയമായിട്ട് എല്ലാ നയങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. സംഘടിത തൊഴിലാളികളെ കൂടാതെ കർഷക തൊഴിലാളികൾ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എന്നിവരുടെ പിന്തുണയും പണിമുടക്കിനുണ്ട്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഗ്രാമീണ ബന്ദ് ആചരിക്കുകയാണ്. രാജ്യത്തിന്റെ വ്യവസായ മേഖലയിലും പണിമുടക്ക് പ്രതിഫലിക്കും. ന്യൂസ് 18 ഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് തുടരുന്നു. തിരുവനന്തപുരത്ത് വേണാട് എക്സ്പ്രസ് തടഞ്ഞ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം താറുമാറായി. KSRTCയും സ്വകാര്യ ബസ്സുകളുമടക്കം ഒന്നും തന്നെ നിരത്തിലില്ല. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ്, കൊച്ചിയിൽ നിന്ന് SS ശരൺ, കോഴിക്കോട് നിന്ന് S വിനേഷ് കുമാർ എന്നിവർ ചേരുന്നു. ആദ്യം വിനോദിലേക്ക് പോവുകയാണെങ്കിൽ, വിനോദ്, എന്തായാലും പണിമുടക്ക് ആരംഭിച്ചത് ആദ്യത്തെ 7 മണിക്കൂർ പിന്നിടുകയാണ്. എത്രത്തോളം ഒരു തീവ്രതയിലാണ് പണിമുടക്കുള്ളത്? തിരുവനന്തപുരത്ത് വേണാട് എക്സ്പ്രസ് തടഞ്ഞ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ഏത് രീതിയിലാണ്? രഞ്ജിനി, അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് ഇപ്പോഴും തുടരുകയാണ്. രാവിലെ വേണാട് എക്സ്പ്രസ് തടഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ജനശതാബ്ദി തടഞ്ഞിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പ്രതിഷേധക്കാർ കൊടികളുമായി ജനശതാബ്ദി എക്സ്പ്രസ് തടയുകയാണ്. വേണാട് ഏതാണ്ട് 1.5 മണിക്കൂറാണ് ഇവിടെ തടഞ്ഞിട്ടത്. അടുത്ത സ്റ്റേഷനുകളിലും, അതായത് ജില്ലയിൽ തന്നെ ചിറയൻകീഴ്, വർക്കല തുടങ്ങിയിടങ്ങളിലും ട്രെയിൻ തടയുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ സമരപരിപാടികളുമായി തന്നെയാണ് പ്രതിപക്ഷത്തെ തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്പസമയം മുൻപ് വരെ ഇവിടെ രപ്തിസാഗർ എക്സ്പ്രസ് തടഞ്ഞിട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രപ്തിസാഗർ തടഞ്ഞവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം ആ ട്രെയിൻ യാത്ര പുറപ്പെടുന്നതാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം തന്നെ രപ്തിസാഗറും ഇവിടെ തടഞ്ഞിട്ടിരുന്നു. കേരള എക്സ്പ്രസും അതുപോലെ തന്നെ പരശുറാം ഉൾപ്പെടെയുള്ള ട്രെയിനുകളും തടയാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് മുഴുവൻ ട്രെയിൻ തടയൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഈ സമരവുമായി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബാങ്കിംഗ് മേഖലയിലും കാർഷിക രംഗത്തും ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകൾ മുഴുവൻ ഈ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. മോഡി സർക്കാരിന്റെ അവസാന സമയത്ത് ഒരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ ചിത്രം കൂടിയാണ് ഈ സമരത്തിലൂടെ പുറത്തു വരുന്നത്. അതേസമയം BMS ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. മറ്റൊരു കാര്യം, ഹർത്താലിലെ കടയടപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങളാണ്. നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കരുതെന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഇന്ന് സമരക്കാർ ആദ്യ മണിക്കൂറുകളിൽ നമ്മളോട് പറയുന്നത് നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുകയോ സ്വകാര്യ വാഹനങ്ങൾ തടയുകയോ ചെയ്യില്ല എന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ സമരക്കാർ നമുക്ക് നൽകുന്നത്. 48 മണിക്കൂർ പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ അക്കാര്യത്തിൽ ആ നിലപാട് ഏത് തരത്തിൽ നടപ്പാകും എന്ന് അറിയാൻ കഴിയൂ. ഏതായാലും ഇപ്പോൾ ട്രെയിൻ തടയൽ സമരവുമായി പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് 11 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ഈ സമരക്കാരുടെ മാർച്ച് ഉണ്ടാകും. രഞ്ജിനി, എന്തായാലും വിനോദ്,
സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും താളം തെറ്റും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? എല്ലാ ട്രെയിനുകളും തടയാൻ തന്നെയാണോ ട്രേഡ് യൂണിയനുകളുടെ തീരുമാനം? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നതും ഇതുവഴി കടന്നു പോകുന്നതുമായ ട്രെയിനുകളെല്ലാം തന്നെ തടയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ വേണാട് എക്സ്പ്രസ് ഇവിടെ തടഞ്ഞിട്ടിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം സമരക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷമാണ് ആ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടാനായത്. പക്ഷേ അതുകൊണ്ടുമായില്ല, ജില്ലയിൽ തന്നെ വിവിധയിടങ്ങളിൽ ട്രെയിൻ തടയൽ സമരമാണ് സമരക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞാൽ ചിറയൻകീഴ് അതേ ട്രെയിൻ തന്നെ തടയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയും ഏതാണ്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ട്രെയിൻ തടഞ്ഞിടാനാണ് തീരുമാനം. അത് കഴിഞ്ഞ് വർക്കലയിൽ തടയും. അടുത്ത ജില്ലയിൽ പ്രവേശിക്കുമ്പോഴും ഇത്തരത്തിൽ സമരാനുകൂലികൾ ട്രെയിനുകൾ തടയും. അങ്ങനെയെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരിക്കും ട്രെയിനുകൾ വൈകി ഓടുക. അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഏതായാലും ഇവിടെ നിന്ന് പുറപ്പെടുന്ന എല്ലാ ട്രെയിനുകളും തടയാൻ തന്നെയാണ് സമരക്കാരുടെ തീരുമാനം. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷമാണ് ട്രെയിനുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. രഞ്ജിനി, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് SS ശരൺ കൂടി ചേരുന്നുണ്ട്. ശരൺ, കൊച്ചിയിൽ പണിമുടക്ക് പൂർണ്ണമാണോ? ട്രെയിനുകൾ തടയുന്ന തരത്തിലുള്ള സാഹചര്യം കൊച്ചിയിലുണ്ടോ? രഞ്ജിനി, ട്രെയിനുകൾ തടയുന്ന അടക്കമുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ കൊച്ചിയിൽ ഉണ്ടായിട്ടില്ല. എങ്കിൽ തന്നെയും എറണാകുളം ജില്ലയിൽ ദേശീയ പണിമുടക്ക് വലിയ രീതിയിൽ തന്നെ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ ഇത് പ്രകടമാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ വന്ന് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നവർക്ക് പോകാനായി മറ്റു മാർഗമില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പമ്പ സ്പെഷ്യൽ സർവീസുകൾ മാത്രമേ KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുള്ളൂ. നേരത്തെ KSRTCയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഈ പണിമുടക്കിൽ ജീവനക്കാർ പങ്കെടുക്കുന്നതിനാൽ എറണാകുളം ജില്ലയിൽ ഒരിടത്തേക്കും KSRTC സർവീസ് നടത്തുന്നില്ല എന്നുള്ളൊരു വിവരമാണ് KSRTC എന്നെ പങ്കുവച്ചിട്ടുള്ളത്. പമ്പ സ്പെഷ്യൽ സർവീസുകൾ മാത്രം നടത്തുമെന്നുള്ളൊരു കാര്യവും KSRTC അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സ്വകാര്യ ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, സ്വകാര്യ ബസ് പലയിടങ്ങളിലും എറണാകുളം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ആളുകൾക്ക് പോകാനുള്ള ഒരു ഏക മാർഗം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകളുടെ സർവീസാണ്. എന്നാൽ സ്വകാര്യ ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇവിടെയുള്ള യാത്രക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം, പ്രതികരണം തേടാം. ചേട്ടാ, ഈ പണിമുടക്കിനോട് എങ്ങനെയാണ് പ്രതികരിക്കും? ചേട്ടാ, ഞങ്ങൾ ഇവിടെ നിന്ന് വലഞ്ഞു പോയി ചേട്ടാ. ഞങ്ങൾക്ക് കൊല്ലം പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് വന്നതാണ്. അപ്പോഴത്തെ വണ്ടി കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പം ഞങ്ങൾ പണിമുടക്കിനോട് ഇപ്പോൾ സ്ഥിരം ഇത് തന്നെ ആണല്ലോ ഇപ്പോൾ ജോലി. എല്ലാ ദിവസവും ഹർത്താലും അതും ഇതും എല്ലായിട്ടും ഇങ്ങനെ വന്നുകൊണ്ട് 3-4 ദിവസം മുമ്പാണ് ഹർത്താലും ഉണ്ടായിരുന്നു. നമ്മൾ ജനങ്ങളെ വലയ്ക്കുക എന്നുള്ള ഇതിനകത്ത് ഒരു മെച്ചമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലം. ഞങ്ങളിപ്പോൾ വരുന്നത് വേളാങ്കണ്ണി പോയിട്ട് വരുന്നത്, തിരിച്ചു വരുന്നത്. ഇവിടെ വന്ന് വലഞ്ഞുപോയി. കുടുംബസമേതം ഇവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം. വെട്ടുപോയി. ഇനി എങ്ങനെയാണ് പോകുന്നത്? ഇനിയിപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം, നോർത്തിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് അവിടുന്ന് ട്രെയിനിൽ കൊല്ലം. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ അവിടെയും പ്രശ്നമാവും, അവിടെയും വല്ലത്തിലായിരിക്കും. പോലീസ് ഏതെങ്കിലും സംരക്ഷണ വാഹനങ്ങളും വല്ലതും ഒരുക്കിയിട്ടുണ്ടോ പോകാനായിട്ട്? അങ്ങനെ വല്ലതും സമീപിച്ചപ്പോൾ? ഒന്നും അറിയത്തില്ല. പോലീസിൻ്റെ ഞങ്ങൾ സംസാരിച്ചില്ല. അവരെ നിന്ന് എന്തെങ്കിലും സഹകരണം പ്രതീക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇവിടെ വന്ന് ഇറങ്ങുന്നവർക്ക് പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് പോലും പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികളെല്ലാം തന്നെ പണിമുടക്കിൽ പങ്കെടുക്കുന്നതും എറണാകുളത്തെ ജനജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വഴിയോരങ്ങളിലെല്ലാം തന്നെ നമുക്ക് ദൃശ്യം ആയിരുന്നു, അത്തരത്തിൽ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കടകളെല്ലാം തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു കാര്യവും നേരത്തെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഹർത്താലിനോടും കൊച്ചിയിലെ വ്യാപാരികൾ സഹകരിച്ചിരുന്നില്ല. ആ നിസ്സഹകരണം ഈ പണിമുടക്കിലും തുടരുമെന്നുള്ളൊരു കാര്യം വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധക്കാർ കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പും വ്യാപാരികൾ നൽകുന്നുണ്ട്. ഏതായാലും ആദ്യം മണിക്കൂർ, അതായത് ഇപ്പോൾ 7 മണിക്കൂറുകൾ ദേശീയ പണിമുടക്ക് ആരംഭിച്ചിട്ട് 7 മണിക്കൂറുകൾ പിന്നിടുന്നു. ഈ 7 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ എറണാകുളം ജില്ലയിലെ ജനജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ദേശീയ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. രഞ്ജിനി, ഇപ്പോൾ കോഴിക്കോട് നിന്ന് S വിനേഷ് കുമാർ കൂടി ചെയ്യുന്നുണ്ട്. വിനേഷ്, എന്തായാലും KSRTC യൂണിയനുകൾ പങ്കെടുക്കുന്നു, സ്വകാര്യ ബസ്സുകൾ പങ്കെടുക്കുന്നു, ഓട്ടോ ടാക്സി തൊഴിലാളികളും ഈ ഒരു പണിമുടക്കിൽ പങ്കെടുക്കുന്നു. ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ കോഴിക്കോട് നിന്നുള്ള ഒരു കാഴ്ച ഏത് രീതിയിലാണ്? രഞ്ജിനി, വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഇത് ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുവെന്ന്. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കണമെങ്കിൽ ഏകദേശം 9 മണി കഴിയേണ്ടതുണ്ട്.
ഇപ്പോൾ 7 മണി മാത്രമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഓടുന്നുണ്ട്, സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. ഓട്ടോ ഓടുന്നുണ്ട്. ഒരു വിഭാഗം ഓട്ടോ തൊഴിലാളികൾ ഇപ്പോഴും ജോലിയിൽ സജീവമായിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ അർദ്ധരാത്രി എല്ലാം സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളെല്ലാം പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങളെ ഇത് സാരമായി തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അല്പസമയം, അതായത് 8 മണിക്കകം തന്നെ ട്രെയിനുകൾ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ തടയാനൊരു സാധ്യതയുണ്ടെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ട്രെയിൻ ഗതാഗതം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ താറുമാറായ ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ വടക്കൻ മേഖലയിൽ ഇപ്പോൾ 8 മണിയോടുകൂടി ട്രെയിൻ തടയാനുള്ളൊരു നീക്കം ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ വടക്കൻ മേഖലയിലേക്കും ട്രെയിൻ ഗതാഗതം പാടെ തകിടം മറിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും സ്വകാര്യ വാഹനങ്ങൾ പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 96 സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്. ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയിൽ 96 സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ സംഘടനകളെല്ലാം തന്നെ അവരുടെ കടകൾ തുറക്കും. ഇതിൽ ജ്വല്ലറി ഉടമകളുണ്ട്, ബേക്കറി ഉടമകളുണ്ട്, മറ്റ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനുണ്ട്, അതുപോലെ തന്നെ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയുണ്ട്, ഉൾപ്പെടെ മറ്റ് ടാക്സി സർവീസ് സംഘടനകൾ, ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. ഇവരെല്ലാം തന്നെ ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷേ ഇതിൽ തൊഴിലാളികൾ ജോലിക്ക് എത്തിയാൽ മാത്രമായിരിക്കും ഇതെല്ലാം തന്നെ പ്രവർത്തിക്കുക. അങ്ങനെ ഒരു പ്രശ്നം കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങാനുള്ള ഒരു സാധ്യത ഇല്ലെന്ന് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് ജനങ്ങളെ സാരമായി ബാധിക്കും. KSRTC സർവീസുകൾ ഒന്നും തന്നെ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഇതുവരെയും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വരും മണിക്കൂറുകളിൽ ഇത് ജനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും. കാരണം ട്രെയിൻ മാത്രമാണ് ഏക ആശ്രയമുണ്ടായത് സാധാരണ നമുക്കറിയാം ഹർത്താൽ ദിനങ്ങളിലെല്ലാം. പക്ഷേ ഇത് ട്രെയിൻ കൂടി തടയുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും ഹർത്താലിൻ്റെ ഒരു പ്രതീതി തന്നെ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ചെറുകിട വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോഴും പതിവ് പോലെ രാവിലെ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും എത്രത്തോളം ഈ പൊതുപണിമുടക്ക് ജനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. രഞ്ജിനി, തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും താളം തെറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. ട്രേഡ് യൂണിയന്റെ ആയാലും യാത്രക്കാരുടെ ആയാലും ഒരു പ്രതികരണം വിനോദിന് ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിനി, ഇപ്പോൾ ജനശതാബ്ദി ഇവിടെ തടഞ്ഞിരുന്നവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് ജനശതാബ്ദി എക്സ്പ്രസ് പുറപ്പെടും. നേരത്തെ രപ്തിസാഗർ തടഞ്ഞവരെയും വേണാട് തടഞ്ഞവരെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളമെങ്കിലും ട്രെയിനുകളുടെ യാത്രാ സമയത്തിൽ വൈകൽ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ദൃശ്യമാണ്. ചില യാത്രക്കാരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബുദ്ധിമുട്ടായോ സുഹൃത്ത്? சார் ரொம்ப ப்ராப்ளமாக இருக்குது. இது எங்களுக்கு ரொம்ப டிஸ்டர்பாக இருக்குது. இப்போ லீவ் போகணுன்னா நாங்கள் இங்கே வெயிட் பண்ணி 1 hour ஆச்சு. ஏன்னா ட்ரெயின் போகாமல் இருக்கு. ஏதோ ட்ரெயின் நாங்கள் அந்த நாகர்கோவில் பேசஞ்சர் சார். சார் എത്ര പേരുണ്ട് നിങ്ങൾ? സാർ എത്ര പേര്? நாங்கள் ஒரு 6 பேர் இருக்கோம். ஆமாம் சார். ഇത്തരത്തിൽ തന്നെയാണ് യാത്രക്കാരുടെ பட்டலக்காரங்க அதிகமாக இருக்காங்க. எல்லாரும் லீவு போகிறதுக்கு வேண்டி பஸ் ஓடலை, எல்லாமே ப்ராப்ளமாக தான் இருக்குது. மிலிட்ரியா? ஆமாம், மிலிட்ரி தான். எத்தனை நாள் லீவு? 30 நாள் இருக்குது, 20 நாள் இருக்குது. அர்ஜென்ட் லீவ் வந்தவங்களும் இருக்காங்க, நிறைய இருக்காங்க. அவங்க ஒரு கேஷுவலிட்டியில் வந்தவங்களும் இருக்காங்க. ப்ராப்ளம் அதிகமாகவே இருக்குங்க. எந்த இடத்துல இருந்து வருது? நாங்கள் ஜம்முலேருந்து வரோம். ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവർ പട്ടാളത്തുകാരാണ്. അവർ സൈന്യത്തിൽ ജോലി ചെയ്യുന്നു. ജമ്മു കാശ്മീരിൽ നിന്ന് അവധിക്ക് വന്നതാണ്. തമിഴ്നാട്ടിലെ വീട്ടിലേക്ക് പോകാൻ എത്തിയവരാണ്. അവർക്ക് വളരെ കുറച്ച് ദിവസമാണ് അവധി ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ സമരവും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അവധി പോലും അവർക്ക് പ്രയോജനപ്പെടാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ സമയം കുറയുന്ന തരത്തിലേക്കൊക്കെ ഈ സമരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ യാത്രക്കാർ നമ്മളോട് പറയുന്നത്. ഏതായാലും അടുത്ത മണിക്കൂറുകളിലും ഇവിടെ ട്രെയിൻ തടയാൻ തന്നെയാണ് സമരക്കാരുടെ തീരുമാനം. കേരള എക്സ്പ്രസും പരശുറാമും ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ ഇവിടേക്ക് എത്തുന്ന മുറയ്ക്ക് തടയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഇത് കേന്ദ്ര സർക്കാർ നയങ്ങളോടുള്ള പ്രതിഷേധ സൂചകമായാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഒക്കെ തന്നെ ഈ സമരരംഗത്തുള്ളത്. ബസ്സുകൾ KSRTC ഉൾപ്പെടെ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. മറ്റ് ഓഫീസുകളുടെ ഒക്കെ തന്നെ പ്രവർത്തനം ഇന്ന് ബുദ്ധിമുട്ടിലാകും. ജീവനക്കാർ എത്തുന്ന സാധ്യത വളരെ കുറവാണ്. ഏതായാലും മറ്റൊരു കാര്യം, ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങളാണ്. നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കരുതെന്ന ഹൈക്കോടതിയുടെ പരാമർശം. ഏതായാലും സമരക്കാർ ആദ്യ മണിക്കൂറുകളിൽ നൽകുന്ന ഒരു ഉറപ്പ് അത്തരത്തിൽ തന്നെയാണ്. സ്വകാര്യ വാഹനങ്ങൾ തടയില്ല.
വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നാൽ അത് നിർബന്ധപൂർവ്വം അടപ്പിക്കില്ല എന്ന് സമരക്കാർ പറയുന്നുണ്ട്. പക്ഷേ അത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് എത്രമാത്രം പ്രാവർത്തികമാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് തുടരുന്നു. തിരുവനന്തപുരത്ത് വേണാട് എക്സ്പ്രസ് തടഞ്ഞ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും താറുമാറായി. KSRTCയും സ്വകാര്യ ബസ്സുകളും അടക്കം ഒന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദും കൊച്ചിയിൽ നിന്ന് SS ശരണും കോഴിക്കോട് നിന്ന് വിനേഷ് കുമാറും നൽകിയത്. 20 കോടിയോളം തൊഴിലാളികളാണ് കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ച് പണിമുടക്കുന്നത്. കേരളത്തിലാകട്ടെ KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. ട്രെയിൻ ഗതാഗതം താളം തെറ്റി. ശക്തമായ പ്രതിഷേധമാണ് തൊഴിലാളികൾ ഉയർത്തുന്നത്. കേന്ദ്രത്തിന് താക്കീതാകുമോ ദേശീയ പണിമുടക്ക് എന്ന ചോദ്യമാണ് ഇന്നത്തെ ദിവസം ഉയരുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ സമാപിക്കും. ഇന്ന് സമാപിക്കേണ്ട രാജ്യസഭാ സമ്മേളനം ഒരു ദിവസം കൂടി നീട്ടാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. സാമ്പത്തിക സംവരണ ബിൽ നാളെ രാജ്യസഭയിൽ അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന മുഴുനീള പാർലമെന്റ് സമ്മേളനമാണ് നാളെ സമാപിക്കുന്നത്. റഫാൽ ഇടപാട് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളാണ് സമ്മേളന കാലയളവിൽ ആളിക്കത്തിയത്. മുത്തലാഖ് ബിൽ ലോക്സഭ പാസാക്കിയെങ്കിലും രാജ്യസഭയിൽ അവതരിപ്പിക്കാനായില്ല. സാധാരണ നവംബറിൽ തുടങ്ങാറുള്ള ശീതകാല സമ്മേളനം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാരണമാണ് വൈകി ആരംഭിച്ചത്. റഫാൽ വിമാന ഇടപാടിൽ രാഹുൽ ഗാന്ധിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ വാഗ്യുദ്ധത്തിന് ലോക്സഭ വേദിയായി. CBI തലപ്പത്തെ ചേരിപ്പോര്, RBI ഗവർണറായിരുന്ന ഊർജിത് പട്ടേലിന്റെ രാജി, ശബരിമല സ്ത്രീ പ്രവേശനം തുടങ്ങിയ വിവാദങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കി. സമ്മേളനം നാളെ സമാപിക്കാനിരിക്കെ സാമ്പത്തിക സംവരണത്തിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതും ശ്രദ്ധേയമായി. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. വിവാദങ്ങളും ചർച്ചകളും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ സംവരണ നീക്കത്തിനെതിരെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപടിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മുന്നോക്കജാതി സംഘടനകൾ തീരുമാനത്തെ അനുകൂലിച്ചും പിന്നാക്ക സംഘടനകൾ എതിർത്തും രംഗത്തെത്തിക്കഴിഞ്ഞു. സാമ്പത്തിക സംവരണം കേന്ദ്ര സർക്കാരിന് ഗുണം ചെയ്യുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ. വിളിക്കേണ്ട നമ്പർ 0471 661 5881. വിദേശത്ത് മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹം എത്തിക്കുന്നതിനുള്ള നിരക്ക് ഏകീകരിച്ച് എയർ ഇന്ത്യ ഇറക്കിയ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൂക്കി നോക്കി മൃതദേഹം കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ തുക ഇപ്പോൾ നൽകേണ്ടി വരുന്നതായാണ് പരാതി. ഗൾഫിൽ നിന്നും മൃതദേഹങ്ങൾ കയറ്റി അയക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട കേന്ദ്രമന്ത്രിമാരെയും MPമാരെയും കണ്ടു. വിദേശത്ത് മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തൂക്കി നോക്കി നിരക്ക് നിശ്ചയിക്കുന്ന രീതി വിവാദമായതിനെ തുടർന്നാണ് നിരക്ക് ഏകീകരിച്ച് എയർ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച ഉത്തരവിറക്കിയത്. 200 കിലോ വരെ ഭാരമുള്ള മൃതദേഹം നാട്ടിലെത്തിക്കാൻ എയർപോർട്ട് ചാർജ് അടക്കം ഏകീകൃത നിരക്ക് 40,000 രൂപയോളം വരും. തൂക്കി നോക്കി മൃതദേഹം കൊണ്ടുവരുന്ന രീതി പ്രകാരമാണെങ്കിൽ സാധാരണ ഭാരമുള്ള ഒരാൾക്ക് നൽകേണ്ടിയിരുന്നത് 30,000 രൂപയിൽ താഴെയും. പ്രവാസികൾക്ക് ഗുണകരമാകുമെന്ന പേരിൽ കൊട്ടിഘോഷിച്ച് എയർ ഇന്ത്യ കൊണ്ടുവന്ന നിരക്ക് ഏകീകരണം ഫലത്തിൽ കണ്ണിൽ പൊടിയിടലായി. ആളുകളെ ബോഡി വെയിറ്റ് എടുക്കുന്ന സംവിധാനം ഒഴിവാക്കി. പക്ഷേ ചാർജ് കൂടി. കാരണം ഒരു ബോഡിക്ക് 1500 ദിർഹംസ് ഒരു ബോഡിക്ക് വേണം. പിന്നെ 700 ദിർഹംസ് എയർപോർട്ട് ചാർജ് വരും. അപ്പോൾ 2200 ദിർഹംസ് വരും. 70, 80, 90 കിലോ ആളുകളുണ്ടാവും ഒരാൾ മരണപ്പെടുന്ന ആളുകൾ. ഇതിപ്പോൾ മുതലാണെങ്കിൽ 200 ദിർഹംസ് 200 കിലോ ഉള്ളവർക്ക് ലാഭമാണ്. അതിന് താഴെയുള്ളവർക്ക് ഡബിൾ പൈസയായി. പക്ഷേ എയർ ഇന്ത്യക്കാർ ചെയ്ത് വളരെ ഇതായി പൈസ കുറക്കേണ്ടത്. നമ്മുടെ അടുത്ത നാടാണ് പാകിസ്ഥാൻ. ഫ്രീ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ മരണപ്പെട്ടാൽ അത് ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് ആ നാട്ടിലെത്തിക്കുന്നത്. നിരക്കേകീകരണം ആത്മാർത്ഥമാണെന്ന് തെറ്റിദ്ധരിച്ച് തുടക്കത്തിൽ പ്രവാസികൾ ഇതിനെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ 100 കണക്കിന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ സഹായിച്ച അഷ്റഫ് താമരശ്ശേരി പോലുള്ളവരാണ് ഉത്തരവിലെ ചതിക്കുഴി കണ്ടെത്തിയത്. കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിനെയും MPമാരെയും നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് അഷ്റഫ് ഡൽഹിയിലെത്തിയത്. നിരക്കേകീകരണത്തിന് പകരം പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ സൗജന്യമായി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ് അഷ്റഫിന്റെ അഭ്യർത്ഥന. ഇല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലെ നിയമ പോരാട്ടവുമായി
മുന്നോട്ടു പോകാനാണ് തീരുമാനം. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. മൃതദേഹം തൂക്കി നോക്കി നിരക്ക് നിശ്ചയിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നത്. അതിനെ തുടർന്നാണ് ഏകീകരിച്ച നിരക്ക് നടപ്പിലാക്കിയത്. പുതിയ നിരക്കുകൾ പഴയതിനേക്കാൾ അധികമാണ് എന്നാണ് ആക്ഷേപമുയരുന്നത്. മരിച്ചാൽ മൃതദേഹം ജന്മനാട്ടിലെത്തിക്കാനുള്ള നിരക്കിലാണ് ഈ കൊള്ള. ആര് നൽകും പ്രവാസികൾക്ക് നീതി എന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത്. എരുമേലി വാവരുപള്ളിയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നെത്തിയ 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിന്ദു മക്കൾ കക്ഷി പ്രവർത്തകരെയാണ് പാലക്കാട് വേലന്താവളത്ത് വെച്ച് പോലീസ് പിടികൂടിയത്. ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തമിഴ്നാട്ടിലെ ഹിന്ദു മക്കൾ കക്ഷിയുടെ പ്രവർത്തകരായ തിരുപ്പൂർ സ്വദേശികളായ സുശീലാദേവി, രേവതി, തിരുനെൽവേലി സ്വദേശി ഗാന്ധിമതി, തിരുപ്പതി, മുരുകൻസ്വാമി, സെന്തിൽകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എരുമേലി വാവരുവള്ളിയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ ഇവർക്കെതിരെ മതസൗഹാർദ്ദം തകർക്കുക, വർഗീയ കലാപത്തിന് ശ്രമിക്കുക, അതിക്രമിച്ചു കടക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ചിറ്റൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് ഇവർ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയത്. വേലന്താവളം വഴിയാണ് ഇവർ കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. കേരളത്തിലേക്ക് വന്ന 10ഓളം ഹിന്ദു മക്കൾ കക്ഷി പ്രവർത്തകരെ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു മക്കൾ കക്ഷി പ്രവർത്തകർ വരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട്ടെ വാളയാർ ഉൾപ്പെടെയുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയിരുന്നു. കൂടുതൽ പ്രവർത്തകർ എത്തുമെന്ന സൂചനയെ തുടർന്ന് ഇന്നും പരിശോധനയുണ്ടാകും. ന്യൂസ് 18 പാലക്കാട്. എരുമേലി വാവരുപള്ളിയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നെത്തിയ 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹിന്ദു മക്കൾ കക്ഷി പ്രവർത്തകരുടെ അറസ്റ്റ് ന്യായമോ എന്ന ചർച്ച ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ ചോദ്യം തന്നെയാണ് ഈ ദിനം പ്രസക്തമാകുന്നത്. കേന്ദ്ര സർക്കാർ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചതിനെതിരെ സിബിഐ ഡയറക്ടർ അലോക് വർമ്മ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി വിധി ഇന്ന്. സിബിഐ ഡയറക്ടറെ നിയമിക്കുന്ന ഉന്നതാധികാര സമിതിയുടെ അനുമതിയില്ലാതെ കേന്ദ്ര സർക്കാർ നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് അലോക് വർമ്മയുടെ വാദം. വർമ്മയ്ക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നതിനാൽ നടത്തിയ താൽക്കാലിക ക്രമീകരണം മാത്രമാണ് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ വിശദീകരണം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുക. സിബിഐ ഡയറക്ടറെ നിയമിക്കുന്ന ഉന്നതാധികാര സമിതിയുടെ അനുമതിയില്ലാതെ നിർബന്ധിത അവധി നിർദ്ദേശിച്ചത് നിയമവിരുദ്ധമാണെന്ന് അലോക് വർമ്മ വാദിച്ചിരുന്നു. വർമ്മയ്ക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നതിനാൽ നടത്തിയ താൽക്കാലിക ക്രമീകരണമെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. അലോക് വർമ്മയും ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് അസ്താനയും തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമായപ്പോഴായിരുന്നു കേന്ദ്ര നടപടി. അലോക് വർമ്മയുടെ വാദങ്ങൾ: സ്ഥാനമാറ്റ തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയ സമിതി. ഏകപക്ഷീയമായ കേന്ദ്ര നടപടി ഭരണഘടനാ വിരുദ്ധം. രാകേഷ് അസ്താനയെ ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് കോമൺ കോഴ്സ് എന്ന സംഘടന നൽകിയ ഹർജിയിലും കോടതി വിധി പറയും. വർമ്മയ്ക്കെതിരായ ആരോപണത്തിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നൽകിയ അന്വേഷണ റിപ്പോർട്ട് കോടതി പരിശോധിച്ചിരുന്നു. കോടതി വിധി സംബന്ധിച്ച സാധ്യതകൾ ഇങ്ങനെ: കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കിയ അലോക് വർമ്മയെ തിരികെ നിയമിക്കുക, അല്ലെങ്കിൽ നിർബന്ധിത അവധിക്ക് ഉന്നതാധികാര സമിതി അംഗീകാരം വേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി തള്ളുക. അടുത്ത മാസം 1 കാലാവധി അവസാനിക്കുന്ന അലോക് വർമ്മയ്ക്കും സ്ഥാനചലനത്തെ തുടർന്ന് വിമർശനം നേരിടുന്ന കേന്ദ്ര സർക്കാരിനും വിധി നിർണായകമാണ്. ന്യൂസ് 18 ഡൽഹി. വാർത്തകൾ തുടരുന്നു. വിവാദങ്ങളും ചർച്ചകളും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ സംവരണ നീക്കത്തിനെതിരെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപടിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മുന്നോക്ക ജാതി സംഘടനകൾ തീരുമാനത്തെ അനുകൂലിച്ചും പിന്നോക്ക സംഘടനകൾ എതിർത്തും രംഗത്തെത്തിക്കഴിഞ്ഞു. സാമ്പത്തിക സംവരണം കേന്ദ്ര സർക്കാരിന് ഗുണം ചെയ്യുമോ എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. പിണറായിയിൽ നിന്നും പ്രേമൻ എന്നൊരു പ്രേക്ഷകൻ ആദ്യമായി പ്രതികരിക്കാൻ എത്തിയിരിക്കുന്നത്. പ്രേമൻ, താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? സാമ്പത്തിക സംവരണം കേന്ദ്ര സർക്കാരിന് ഗുണം ചെയ്യുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. പക്ഷേ സാമ്പത്തിക സംവരണം എന്റെ അഭിപ്രായത്തിൽ നല്ല കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണ്, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് 10% സാമ്പത്തിക സംവരണം എന്നുള്ളത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒന്നും ചെയ്യാതെ
സാഹചര്യത്തിൽ നോട്ട് നിരോധനവും അതുപോലെ തന്നെ 15 ലക്ഷം രൂപ ഓരോ അക്കൗണ്ടിൽ നിക്ഷേപിക്കും എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് അതെല്ലാം വഞ്ചനാകരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്ത് ഇപ്പൊ മുന്നോട്ട് വെച്ചാലും അത് ജനങ്ങൾ സ്വീകരിക്കും എന്ന് ഒരു തരത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു കൺതുടപ്പ് നാടകമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കേന്ദ്ര ഗവൺമെന്റ് ഗുണം ചെയ്യില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സുധ എന്നൊരു പ്രേക്ഷക നമ്മോടൊപ്പം ചെയ്തുകൊണ്ട്. സുധ, കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ സുധ ലൈനിലില്ല. ഇപ്പോൾ ചേരായിൽ നിന്നും ശ്രീ എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീയുടെ അഭിപ്രായം എങ്ങനെയാണ്? ഉറപ്പായത് കേന്ദ്ര സർക്കാരിന് ഗുണം ചെയ്യും. കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെ ഈ ദാരിദ്ര്യരേഖ താഴെ പാവപ്പെട്ടവരായ ആൾക്കാരുള്ള അവർക്കും ഗുണം ചെയ്യുന്നത് സംശയമില്ലാത്ത കാര്യമല്ലേ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നടപടി എന്നാണ് പ്രതിപക്ഷം ഇതിനോടകം തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ത് തരത്തിലായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചെയ്താലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളല്ലേ ചെയ്യണത്, ദോഷമായ കാര്യങ്ങളല്ല. അതാദ്യം നമ്മൾ ചിന്തിക്കണ്ടേ. ജനങ്ങൾക്ക് പാവപ്പെട്ട ഗുണമായ കാര്യങ്ങൾ ചെയ്താൽ അത് അംഗീകരിക്കുക തന്നെ വേണം, ആരായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായാലും അല്ലെങ്കിലും. എന്തായാലും പിന്നോക്ക സംഘടനകൾ ഇതിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുമുണ്ട്. അല്ല, അവർക്ക് രംഗത്തെത്തേണ്ട കാര്യമില്ല. കാരണം അവരുടെ അവകാശങ്ങളൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ല, പിന്നെ അവർ രംഗത്തെത്തേണ്ട കാര്യം എന്താണ്? ശരി ശ്രീ. ഇപ്പോൾ തകഴിയിൽ നിന്ന് രാജലക്ഷ്മി എന്നൊരു പ്രേക്ഷക നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. രാജലക്ഷ്മിയുടെ അഭിപ്രായം എങ്ങനെയാണ്? സാമ്പത്തിക സംവരണം വളരെ ഗുണം ചെയ്യുന്നതിനാണ് എന്റെ അഭിപ്രായം. വളരെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക സംവരണം വളരെ ഗുണം ചെയ്യുമെന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഈ ഒരു സംവരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് മാത്രമാണ് എന്നാണ് പ്രതിപക്ഷം ഇതിനോടകം ആരോപണം ഉന്നയിക്കുന്നത്. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അത് ശരിയാണ് കാര്യം. എന്നാലും സാമ്പത്തിക സംവരണം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ്. ഇപ്പോൾ പട്ടായമ്മയിൽ നിന്ന് അബ്ബാസ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട്. അബ്ബാസിന്റെ അഭിപ്രായം എങ്ങനെയാണ്? കാരണം എന്താ വെച്ചാൽ എല്ലാ ജനങ്ങളും ആകെ ഒറ്റപ്പെട്ടൊരു പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ പൈസ നിരോധനം അത് വന്നേല് ആ പോകുന്ന ലെവലിലാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇപ്പൊ കേരളം ഇന്ത്യ ആയാലും മൊത്തം നമുക്കൊരു നല്ലൊരു മുന്നോട്ട് നല്ലൊരു കുതിപ്പായിട്ടാണ് പോയിരുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഓരോ ലെവലിനനുസരിച്ചിട്ട് പോയിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പാലക്കാട് നിന്ന് വിനു എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിനു, എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള ഒരു തീരുമാനം മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എപ്പോൾ ചെയ്താലും അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ 8 ലക്ഷം എന്നുള്ള എമൗണ്ട് കുറയ്ക്കണം, ഒരു 4 ലക്ഷം മറ്റും ആക്കണം. കാരണം എന്താണ്, ഇത് വളരെ മുന്നിലുള്ള പൈസക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗുണം കിട്ടുന്ന മാതിരിയാവും. ഒരു 4 lakhs ആവുകയാണെങ്കിൽ ഒരുവിധം സാധാരണക്കാരിലേക്ക് അത് കിട്ടും. അതാണ് എന്റെ അഭിപ്രായം. ഈ ഒരു സാമ്പത്തിക സംവരണം കേന്ദ്ര സർക്കാരിന് വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഗുണം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഇഷ്ടംമാതിരി മുൻജാതിയിലുള്ള ഒരു കൂലിപ്പണി എടുത്തിട്ടും വീട്ടിപ്പണി എടുത്തിട്ടും കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവർ ഉയർന്ന ജാതിയായി എന്നുള്ള കാരണം അവർക്കുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. ശരി വിനു. ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും ജയൻ എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ ഉണ്ട്. ജയന്റെ അഭിപ്രായം എങ്ങനെയാണ്? എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംവരണം എന്നുള്ളത് മാറ്റണം. സംവരണമല്ല, സാമ്പത്തിക സംവരണമല്ല, ഒരു സംവരണവും കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഇത് പ്രഖ്യാപിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടം മാറിപ്പോയി. ഇന്ന് കഴിവുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം, ഏത് ജാതി മതം ഒക്കെ മാറ്റി വെച്ചിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമാണ് എന്തെങ്കിലും സർക്കാരുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുക. അല്ലാതെ സാമ്പത്തികമുള്ളവർ ജാതിയും മതവും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ന് കൊടുക്കുന്ന വ്യവസ്ഥിതിനെ മാറ്റണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ പാലക്കാട് നിന്ന് തന്നെ രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം പ്രതികരിക്കുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, മുന്നോക്ക സംഘടനകൾ ഇതിനെ അനുകൂലിക്കുമ്പോൾ പിന്നോക്ക സംഘടനകൾ എതിർത്ത് രംഗത്തെത്തിക്കഴിഞ്ഞു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? സാമ്പത്തിക സംവരണം കൊടുക്കുന്നതിന് വിരോധമില്ല. അത് മുന്നോക്ക ജാതിക്കാർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യുന്ന രൂപത്തിലേക്ക് പോകരുത്. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ ആരാണോ അവർക്ക് 10% സംവരണം കൊടുക്കാം എന്നാണ് എന്റെ അഭിപ്രായം. ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നത് എന്താണ് താങ്കളുടെ അഭിപ്രായം? അതിൽ കേന്ദ്ര സർക്കാരിന് ഈ ഒരു നീക്കം വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഗുണം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒട്ടും ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും
മുന്നോട്ട് പോകാൻ ഗുണം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹമ്മദ്, താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? ഇത് ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മനുഷ്യരെ വെറുതെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഇതുകൊണ്ട് ഒരു നേട്ടവും കേന്ദ്ര സർക്കാർ ഉണ്ടാവില്ല. കാരണം ഇത്രയും ഈ 4 വർഷത്തെ ഭരണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവസാനം വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഗുണം എന്ന് മാത്രമല്ല, അവർക്ക് വളരെയധികം അവർ പ്രയാസത്തിലാവുകയുള്ളൂ തീർച്ചയായിട്ടും. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് മധുസൂദനൻ എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. മധുസൂദനൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ നോക്കിക്കാണുന്നത്? ഇത് കേന്ദ്ര സർക്കാരിന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ? കേന്ദ്ര സർക്കാർ ഗുണം ചെയ്യും. അതല്ലാതെ ഏറ്റവും മെച്ചം കിട്ടുന്നത് പാവപ്പെട്ടവർക്കാണ്. കാരണം പാവപ്പെട്ടവർക്ക് 10% എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണത്. അതുകൂടാതെ 8 lakhs ആര് പറഞ്ഞത് 4 lakhs കുറയ്ക്കണം എന്ന് എന്റെ അഭിപ്രായം. രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാർ നീക്കം എന്നാണ് പ്രതിപക്ഷം ഇതിനകം ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിനോടുള്ള താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഒരിക്കലും അല്ല അത്. കാരണം അങ്ങനെ ഒരു ആർക്ക് മെച്ചം കിട്ടും? കേന്ദ്ര സർക്കാരിന് മെച്ചം കിട്ടുന്നത് പാവപ്പെട്ടവർക്കല്ലേ മെച്ചം കിട്ടുന്നത്. ശരി, ഇപ്പോൾ പയ്യാവൂരിൽ നിന്ന് വിജയൻ എന്നൊരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. വിജയന്റെ നിലപാട് എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പം വന്നിരിക്കുന്നത്. കാരണം മുന്നോക്കത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് 10% സംവരണം എന്നുള്ളത് ഏറ്റവും നല്ല തീരുമാനമാണ്. ഇതിന് മറ്റ് വിഭാഗങ്ങൾ എതിർക്കുന്നവർക്ക് ഇത് ഗുണം വളരെ മോശം ചെയ്യുന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. കാരണം മുന്നോക്കക്കാരിൽ ഒരുപാട് ആളുകൾ ഇന്ന് ഒരു ഗതിയില്ലാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ. ഈ ഒരു ശക്തമായ തീരുമാനം കേന്ദ്ര സർക്കാരിനുള്ള ഒരു നല്ല അംഗീകാരമായിരിക്കും രാജ്യത്ത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് പ്രസാദ് എന്നൊരു പ്രേക്ഷകൻ ചേർന്നുണ്ട്. പ്രസാദ്, മുന്നോക്ക സംഘടനകൾ എന്തായാലും ഇതിനെ അനുകൂലിച്ച് രംഗത്തെത്തി കഴിഞ്ഞു. അപ്പോഴും പിന്നോക്ക സംഘടനകൾ ഇതിനെ എതിർത്തും രംഗത്തെത്തുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നല്ല കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അനുകൂലിക്കണല്ലോ. ഈ ഒരു വിഷയത്തിലുള്ള താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? അല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യത്തിന് എല്ലാവരും അനുകൂലിക്കണമല്ലോ, അത്രേ ഉള്ളൂ. ഈ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യം മുന്നോക്ക സമുദായങ്ങൾക്ക് കിട്ടുന്നതാണല്ലോ പറയുന്നത്. അപ്പൊ മുന്നോക്ക സമുദായത്തിലും സാധാരണക്കാരുണ്ടല്ലോ, അവർക്കത് കിട്ടുമ്പോ അത് നല്ല കാര്യമാണല്ലോ. അപ്പൊ നല്ല കാര്യം ചെയ്യുന്നവരെ എപ്പോഴും അനുകൂലിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് മലേഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. മലേഷിന്റെ അഭിപ്രായം എങ്ങനെയാണ്? എന്റെ അഭിപ്രായത്തില് ഇത് ശരിക്കും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ ഒരു കാര്യമാണ്. കാരണം ഇത് സാധാരണ ഒരു സവർണാധിപത്യത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് എന്റെ ഉള്ളിൽ കാണുന്നത്. എങ്കിലും മുന്നോക്ക സമുദായങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയല്ലേ ഇത്? ബിജെപിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിൽ സവർണാധിപത്യമാണ് ഇതിനകത്തൊരു പ്രധാനമായിട്ട് കാണുന്നത്. കാരണം ഈ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അടിച്ചമർത്തൽ ഇത് വലിയ പ്രശ്നമായി തീരും സാധ്യതയുണ്ട്. ശരി മലേഷ്, ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് തന്നെ രാജമ്മ എന്നൊരു പ്രേക്ഷക നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. രാജമ്മയുടെ അഭിപ്രായം എങ്ങനെയാണ്? മലേഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഭൂമിയും വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായം കൂടി ചെയ്തു തരണമെന്ന് ഞാൻ പ്രധാനമന്ത്രിയോട് അപേക്ഷിക്കുന്നു. ഭൂമിയില്ല, വീടില്ല, ആരും ആശ്രയമില്ലാത്തവർ കൂടി ഒരു പരിഗണന ഇതിൽ കാണണം. അവരെ പ്രത്യേകം രക്ഷിക്കണം. ശരി രാജമ്മ, താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ അബ്ദുൽ സലാം എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അബ്ദുൽ സലാമിന്റെ പ്രതികരണം എങ്ങനെയാണ്? സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി കിട്ടിയാൽ മതി. ഇത് പറയാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ നടപ്പിലേതും ആവുന്നില്ല. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊന്നും ഭംഗിയായിട്ട് നടത്തി കിട്ടിയാൽ അത് സന്തോഷമാണ്. അത് നടത്താനുള്ള ഇത് മാത്രം ചെയ്യണം. അത് ചെയ്യുന്നില്ലല്ലോ. ആരും ഒരു കാര്യം പറഞ്ഞാലും ഏതൊരു പാർട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കാര്യങ്ങൾ നടത്തി തരുന്നില്ലല്ലോ. പറയാൻ മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള അവസരങ്ങൾ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ മറക്കും. അതാണ് അവസ്ഥ. ശരി, സാമ്പത്തിക സംവരണം കേന്ദ്ര സർക്കാരിന് ഗുണം ചെയ്യുമോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ഹർത്താൽ ദിനത്തിൽ കേരളം ഏറ്റവും ശ്രദ്ധിച്ച സംഭവം നടന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിലായിരുന്നു. കരുത്ത് തെളിയിക്കാൻ ബൈക്ക് റാലി നടത്തിയവർ ചിതറിയോടുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. അന്ന് അവർ ഉപേക്ഷിച്ച ആ ബൈക്കുകൾ ഇപ്പോൾ ചങ്ങരക്കുളം സ്റ്റേഷനിലാണ് ഉള്ളത്. ഇങ്ങനെയാണ് ആ ശക്തി പ്രകടന ബൈക്ക് റാലി ഓട്ട മത്സരമായത്. ഹർത്താൽ അനുകൂലികളുടെ ബൈക്ക് റാലി CPM പ്രതിഷേധക്കാരുടെ സമീപത്തേക്ക് വന്നതോടെ പോലീസ് ലാത്തി വീശി. അതോടെ എല്ലാവരും ചിതറിയോടി.
അന്ന് രക്ഷപ്പെട്ടവരെ കാത്ത് 35 ബൈക്കുകളാണ് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലിരിക്കുന്നത്. ബൈക്കുകളുടെ നമ്പർ പരിശോധിച്ച് ഉടമസ്ഥരെയൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പ്രശ്നങ്ങളിലുള്ള പങ്ക് കൂടി മനസ്സിലാക്കിയ ശേഷമേ അടുത്ത നടപടിയെടുക്കൂ. ഇതിനായി സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും മാധ്യമപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളുമെല്ലാം പോലീസ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും ബൈക്കുകൾ അന്വേഷിച്ചും നിരപരാധിത്വം വിശദീകരിച്ചുമൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും ഇതുവരെ നേരിൽ വരാൻ തയ്യാറായിട്ടില്ലെന്ന് ചങ്ങരംകുളം പോലീസ് പറയുന്നു. ഇതുവരെ 15 പേരെയാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. പിടിയിലായവരെല്ലാം BJP ബന്ധമുള്ളവരാണ്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പിടിയിലാകുമെന്നും പോലീസ് പറയുന്നു. അതേസമയം പൊന്നാനിയിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. BJP പ്രവർത്തകനായ പൊന്നാനി സ്വദേശി രാംദാസ് ആണ് അറസ്റ്റിലായത്. ഇയാൾ എറിയുവാൻ വേണ്ടി കല്ല് പെറുക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതോടെ പൊന്നാനിയിൽ പോലീസിനെ ആക്രമിച്ചതിന് പിടിയിലായവരുടെ എണ്ണം 8ആയി. CB അനുമോദ്, ന്യൂസ് 18 മലപ്പുറം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകിയ നഷ്ടപരിഹാരം കമ്പനികളിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ സർക്കാർ 161 കോടി രൂപയാണ് ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയത്. ഇത് കമ്പനികളിൽ നിന്ന് ഈടാക്കാൻ അനുമതി തേടി സർക്കാർ കോടതിയെ സമീപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷവും അംഗവൈകല്യം സംഭവിച്ചവർക്ക് 3 ലക്ഷം വീതവുമാണ് സർക്കാർ നൽകിയത്. ഇത്തരത്തിൽ നൽകിയ 161 കോടി രൂപ 15 എൻഡോസൾഫാൻ നിർമ്മാണ കമ്പനികളിൽ നിന്നും ഈടാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. സംസ്ഥാന സർക്കാരിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ കളക്ടർ വാദിയായാണ് നഷ്ടപരിഹാര കേസ് തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയത്. എൻഡോസൾഫാൻ നിർമ്മാണ കമ്പനികളായ ബെയർ ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ്, റാലിസ് ലിമിറ്റഡ്, കർണാടക സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് തുടങ്ങിയവയും പൊതുമേഖലാ കമ്പനിയായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള ലിമിറ്റഡുമാണ് എതിർകക്ഷികൾ. ഇതിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒഴികെ മറ്റ് 15 കമ്പനികളിൽ നിന്നാണ് സർക്കാർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള കാസർഗോഡ് ജില്ലയിലെ കശുമാവ് അടക്കമുള്ള തോട്ടങ്ങളിലാണ് മാരക വിഷാംശമടങ്ങിയ എൻഡോസൾഫാൻ കീടനാശിനി തളിച്ചത്. സുപ്രീംകോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇരകൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTCയിൽ നിന്നും പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാർ സമരം ശക്തമാക്കാൻ ഒരുങ്ങുന്നു. ജനുവരി 21-ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ശയന പ്രദക്ഷിണ സമരം നടത്താനാണ് എംപാനൽ ജീവനക്കാരുടെ കൂട്ടായ്മയുടെ തീരുമാനം. എംപാനൽ പ്രശ്നത്തിൽ സർക്കാരും തൊഴിലാളി യൂണിയനുകളും കബളിപ്പിക്കുകയാണ് എന്ന് കൂട്ടായ്മ ആരോപിച്ചു. 3860 എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ട് 1 മാസത്തോളമായിട്ടും ജീവനക്കാരെ പുനരധിവസിപ്പിക്കാൻ നടപടിയില്ലാത്തതിനെതിരെയാണ് എംപാനൽ ജീവനക്കാരുടെ കൂട്ടായ്മ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. പിരിച്ചുവിട്ടവർക്ക് ജോലി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കാതെ സമരത്തെ പൊളിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കൂട്ടായ്മ ആരോപിച്ചു. ഒരു തൊഴിലാളി സമരത്തെ മറ്റൊരു തൊഴിലാളിയെ ഇറക്കി പൊളിക്കുക എന്നുള്ളത് ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാതെ അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എംപാനൽ ജീവനക്കാർക്ക് വേണ്ടി തൊഴിലാളി യൂണിയനുകളും ആത്മാർത്ഥമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് ഇവർ പറഞ്ഞു. കേരളത്തിന്റെ പുരോഗമന ചരിത്രം ഇന്നുവരെ കാണാത്ത രീതിയിൽ 3800ഓളം ആളുകളെ പുറത്താക്കിയിട്ട് പോലും നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തത് ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. എയ്ഡഡ് സ്കൂൾ മേഖലയിലെ അധ്യാപകരെ സംരക്ഷിക്കാൻ നടപടിയെടുത്ത സർക്കാർ എംപാനലുകാരെ കബളിപ്പിക്കുകയാണ്. ജോലി നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. ഇനി ലോകവാർത്തകൾ. ലോകബാങ്ക് പ്രസിഡന്റ് ജിം യോങ് കിങ് രാജിവെച്ചു. കാലാവധി തീരാൻ 4 വർഷത്തോളം ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിത രാജിപ്രഖ്യാപനം. എന്നാൽ രാജി തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ലോകബാങ്കിന്റെ തലപ്പത്ത് 6 വർഷത്തെ സേവനത്തിന് ശേഷം യോങ് കിങ് പടിയിറങ്ങുന്നത്. ഇടക്കാല പ്രസിഡന്റായി ലോകബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ക്രിസ്റ്റലീന ജോർജീവയെ നിയമിച്ചു. മകരവിളക്ക് ഉത്സവത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ സന്നിധാനത്തും പരിസരത്തും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ജനുവരി 14-നാണ് മകരവിളക്ക്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകളാണ് പോലീസ് സ്വീകരിക്കുന്നത്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ജനുവരി 14-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി വൈകിട്ട് 6:30-ന് ദീപാരാധന നടക്കും. ഭക്തലക്ഷങ്ങൾക്ക് ദർശനമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണെന്ന് മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി പറഞ്ഞു. മകരസംക്രമം വരുന്നത് 14-ാം തീയതി വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം 7:51 സമയത്താണ്. ആ സമയത്തേക്ക്
ഉള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവാഭരണം അകത്തേക്ക് കൊണ്ടുപോയി ചാർത്തിയതിന് ശേഷം അഭിഷേകം നടക്കും. 51 സംക്രമണ സമയത്ത് നെയ്യഭിഷേകം നടക്കും. അതിൻ്റെ ഒരുക്കങ്ങൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്ക് കുറവാണ്. മകരവിളക്ക് ദിവസം ഇതിന് മാറ്റമുണ്ടാകും. ഇനിയിപ്പോൾ ഏതായാലും മകരവിളക്കാകുമ്പോഴേക്ക് ആളുകളുടെ ഇത് കൂടാനുള്ള സാധ്യതകളുണ്ട്. പമ്പ, ഹിൽ ടോപ്പ് അടക്കം മകരജ്യോതി ദർശിക്കുന്ന ഇടങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രത്യേക സുരക്ഷയൊരുക്കും. വരും ദിവസങ്ങളിൽ അവലോകന യോഗം ചേർന്ന് കൂടുതൽ മുൻകരുതൽ എടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ദിനങ്ങളാണ് ഇനി. മകരവിളക്ക് ദർശിക്കാനായി വിപുലമായ സൗകര്യങ്ങളാണ് അധികൃതർ ഒരുക്കുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ പ്രവീൺ നെല്ലിമൂടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 18. കളക്ടറുടെ ഭാര്യയുടെ ഫേസ്ബുക്ക് പേജിൽ കയറി മോശം കമന്റിട്ട യുവാവിനെ കളക്ടർ നേരിട്ട് തല്ലിച്ചതച്ചു. മലയാളി IAS ഉദ്യോഗസ്ഥനായ നിഖിൽ നിർമ്മലാണ് കൈക്കരുത്ത് കാട്ടി പശ്ചിമബംഗാളിൽ വിവാദ പുരുഷനായത്. പശ്ചിമബംഗാളിലെ അലിപ്പുർദാരിലെ ജില്ലാ മജിസ്ട്രേറ്റാണ് കൊച്ചി കടവന്ത്ര സ്വദേശിയായ നിഖിൽ നിർമ്മൽ IAS. നിഖിലിന്റെ ഭാര്യ മലയാളിയായ നന്ദിനി കൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിൽ മോശം കമന്റിട്ട യുവാവിനെ പോലീസുകാർ തപ്പിയെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചു. പ്രതിയെ കാണാൻ നിഖിൽ നിർമ്മലും ഭാര്യയും സ്റ്റേഷനിലെത്തി. പിന്നീട് നടന്നത് ഇങ്ങനെ. ഭാര്യയുടെ മുന്നിൽ വെച്ചുള്ള നിഖിൽ നിർമ്മലിന്റെ കയ്യൂക്ക് SIയും മറ്റു പോലീസുകാരും കണ്ടുനിന്നതേയുള്ളൂ. ദയക്കായി യാചിക്കും തോറും യുവാവിനെ കളക്ടർ പൊതിരെത്തല്ലി. വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പരന്നതോടെ സംഭവം വിവാദമായി. കളക്ടർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ബെറ്റർ ഇന്ത്യ തെരഞ്ഞെടുത്ത രാജ്യത്തെ മികച്ച 10 IAS ഓഫീസർമാരിൽ ഒരാളാണ് നിഖിൽ നിർമ്മൽ. പ്രളയകാലത്ത് ബംഗാളിൽ നിന്ന് കേരളത്തിനായി പണം പിരിച്ചും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മോർണിംഗ് പ്രൈം ടൈം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.